തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾക്കിടെ ചാണ്ടി ഉമ്മന്റെ തുറന്നുപറച്ചിൽ പാർട്ടിക്കുണ്ടാക്കിയത് വലിയ നാണക്കേടാണ്. യുവനേതാവിന്റെ അച്ചടക്ക ലംഘനത്തിന് നടപടി വേണമെന്ന് കോൺഗ്രസിൽ ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ഒരു യുവനേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചാണ്ടി ഉമ്മനിൽ നിന്ന് ഉണ്ടായതെന്നതാണ് വിലയിരുത്തൽ. ഇതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാണ്ടി ഉമ്മനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിന് കളങ്കമാകുന്ന പ്രവർത്തനമാണ് ചാണ്ടി ഉമ്മനിൽ നിന്നും ഉണ്ടായത് എന്ന് തുടങ്ങി അച്ചു ഉമ്മന് സീറ്റ് നൽകിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടാകില്ലായിരുന്നു എന്നുവരെയുള്ള അഭിപ്രായമാണ് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന് നിറയുന്നത്. മാത്രമല്ല, ചാണ്ടി ഉമ്മനെ അനുകൂലിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിലിനെതിരെയും പാർട്ടിയുടെ നടപടിയുണ്ടായിരുന്നു. മാധ്യമ വിഭാഗം പാനലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. ചാണ്ടി ഉമ്മൻ വിഷയത്തിൽ അനുമതിയില്ലാതെ പങ്കെടുത്തതിനാണ് നടപടി. ചാണ്ടിയെ അനുകൂലിച്ച് പാർട്ടിക്കെതിരെ സംസാരിച്ചതാണ് അഖിലിനെതിരായ കുറ്റം. അതിനിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നുള്ള ഒറ്റയ്ക്കുള്ള ചിത്രം ചാണ്ടി ഉമ്മൻ MLAക്ക് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് ചുമതല തന്നില്ല എന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ തുറന്നു പറച്ചിൽ. പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടിരുന്നു. K. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം എന്ന അഭിപ്രായം ഇല്ല എന്നും അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല എന്നും എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമെന്നുമാണ് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്നത്. ചാണ്ടി ഉമ്മന്റെ നിലപാടിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളായ K. മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു. VD സതീശനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണെന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കൾ ചാണ്ടിയെ അനുകൂലിച്ച് രംഗത്തെത്തിയതിനെ തുടർന്ന് വിലയിരുത്തപ്പെട്ടത്. അതേസമയം തന്നെ ചാണ്ടി ഉമ്മനെതിരെ കോട്ടയം DCCയിൽ നിന്ന് തന്നെ ഉയരുന്നത് വ്യാപകമായ പരാതികളുമാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ചുള്ള പ്രവർത്തനമാണ് ചാണ്ടി ഉമ്മൻ നടത്തുന്നത് എന്നതാണ് പ്രധാന ആരോപണം. നേതാക്കളോട് കൂടിയാലോചനകൾ ഇല്ല എന്നും പ്രാദേശിക നേതാക്കളെ പോസ്റ്ററൊട്ടിക്കാൻ മാത്രം ആവശ്യമെന്ന നിലയിലുള്ള പ്രതികരണം തുടങ്ങി ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക KPCC നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ അട്ടിമറിച്ചെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നേതൃത്വം ചാണ്ടി ഉമ്മനെതിരെ ഉയർന്ന പരാതികൾ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. ഇതിനിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് പരസ്യ പ്രസ്താവനകളുമായി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നത്. പാലക്കാട്, വയനാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചുമതല നൽകാതെ അവഗണിച്ചെന്ന് ആവർത്തിച്ചു പറയുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. പ്രചാരണത്തിൽ എന്തുകൊണ്ട് സജീവമായില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും തന്നെ മാറ്റി നിർത്തുവാനും അവഗണിക്കുവാനും തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരു MLA ശ്രമിച്ചിരുന്നുവെന്നും ഈ നീക്കമാണ് തുറന്നു പറഞ്ഞതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വ്യക്തിപരമായി പാർട്ടിക്കെതിരെയോ പ്രതിപക്ഷ നേതാവിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടുതൽ ചർച്ചയ്ക്കില്ല എന്നും പാർട്ടിക്കുള്ളിൽ എല്ലാം തുറന്നു പറയുമെന്നും ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്തതാണ്. ചാണ്ടി ഉമ്മന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവിനെതിരെയാണെന്ന പ്രചാരണം ചർച്ചയായതോടെ ചാണ്ടി ഉമ്മനെ തള്ളി VD സതീശൻ രംഗത്ത് വരികയും ചെയ്തു. കോൺഗ്രസിലെ ഒരു വിഭാഗം ചാണ്ടി ഉമ്മനെ പിന്തുണച്ചും രംഗത്തെത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഗ്രൂപ്പിനെതിരായ പടയൊരുക്കമായും ഇത് വിലയിരുത്തപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ചാണ്ടി ഉമ്മന് നേരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ചാണ്ടി ഉമ്മന്റെ അതൃപ്തിക്ക് പിന്നിൽ എന്തെന്ന് പാർട്ടി നേതൃത്വം പരിശോധിക്കണമെന്നും അതേസമയം തന്നെ പാർട്ടിക്ക് ദോഷകരമായതൊന്നും ചെയ്യരുതെന്നും അച്ചടക്ക ലംഘനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നടപടി എടുക്കേണ്ടി വരുമെന്നുമാണ് പാർട്ടി അച്ചടക്ക സമിതി ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.